കൊല്ലം കുട്ടിയത്ത് അമ്മയും മകനും വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ മകൻ ഷാൻ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. 2 ദിവസം മുൻപ് ഭാര്യയുമായി ഇയാൾ വഴക്കുണ്ടായതിനെ തുടർന്ന് ഭാര്യ പിണങ്ങി പോവുകയും ഭാര്യ മാതാവ് കൊട്ടിയം പോലീസിൽ ഇയാൾക്കെതിരെ ഒരു പരാതി നൽകുകയൊക്കെ ചെയ്തിരുന്നു. കൊല്ലം കൊട്ടിയത്ത് വീടിനുള്ളിൽ ഒരു ഉമ്മയും മകനും മരണപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തുന്നു. ഉമ്മയുടെ കഴുത്തിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ടായിരുന്നു. മകൻ തൂങ്ങി മരിച്ച നിലയിലുമാണ് പോലീസുകാർ കണ്ടെത്തുന്നത്. ആ വീട്ടിൽ പോലീസുകാർ നടത്തിയ ഒരു ചെറിയ തിരച്ചിലിന്റെ ഭാഗമായി പോലീസുകാർക്ക് ചില ലഹരി വസ്തുക്കൾ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മകൻ ലഹരിക്ക് അടിമയാണ് എന്ന് പോലീസുകാർ ഉറപ്പിക്കുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു മകൻ ആ ഒരു ഉമ്മയെ കൊന്നു എന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് കേട്ടു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വാർത്തയുടെ നിങ്ങൾ അറിയാതെ പോയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും മെയിൻ സ്ട്രീം ചാനലിൽ വന്ന ഒരു വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. കൊല്ലം കുട്ടിയത്ത് അമ്മയും മകനും വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ മകൻ ഷാൻ ലഹരിക്ക് അടിമയായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇയാൾ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഇന്ന് കണ്ടെത്തിയത്. ആ കഴുത്ത് മുറിഞ്ഞ നിലയിൽ അമ്മ നസീത്തിന്റെ മൃതശരീരവും നിലത്ത് കിടക്കുകയായിരുന്നു. വീടിനുള്ളിൽ ഇന്ന് 7 മണിവരെ ഇരുവരെയും ഇവരുടെ വീടിന് മുന്നിൽ അയൽവാസികൾ കണ്ടിരുന്നു എന്നാണ് ആ പോലീസ് മൊഴി നൽകിയിരിക്കുന്നത്. നിരന്തരം പ്രശ്നങ്ങൾ ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അയൽവാസികൾ അത്തരത്തിലുള്ള ഒരു മൊഴിയും പോലീസിന് നൽകിയിട്ടുണ്ട്. 2 ദിവസം മുൻപ് ഭാര്യയുമായി ഇയാൾ വഴക്കുണ്ടായതിനെ തുടർന്ന് ഭാര്യ പിണങ്ങി പോവുകയും ഭാര്യ മാതാവ് കൊട്ടിയം പോലീസിൽ ഇയാൾക്കെതിരെ ഒരു പരാതി നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഇന്ന് ഈ കൃത്യം നടക്കുന്നതിന് മുൻപ് തന്നെ ഈ മാതാവ് നസിയത്ത് എന്ന ഇയാളുടെ മാതാവ് ഫോണിലൂടെ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോഴാണ് മകന്റെ അക്രമങ്ങളെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് താൻ ജീവനെടുക്കുകയാണെന്ന് പറയുകയും ചെയ്തു എന്നാണ് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അപ്പോൾ ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ആ ഒരു മകൻ വീട്ടിൽ സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുമെന്നും അതുകൂടാതെ ആ മകന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ ആ ഉമ്മ ആത്മഹത്യ ചെയ്യുകയാണെന്നും ആ ഒരു ഉമ്മ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഉമ്മ ഓൾറെഡി പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളത്. അതുകൂടാതെ ആ ഒരു ഷാൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഭാര്യ ഇയാളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ 2 ദിവസം മുമ്പ് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ എന്തോ ഒരു മുൻജന്മ സുഹൃത്തം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയും ഈ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇനി ഇയാളാണ് ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തിയാണോ ഉമ്മയെ കൊന്നതെങ്കിൽ ഉറപ്പായിട്ടും സ്വന്തം ഭാര്യയെ കൊല്ലാനും അവൻ മടിക്കില്ലായിരുന്നു. എന്നാൽ ഇതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും അവനാണ് കൊന്നത് എന്ന് പറയാൻ അങ്ങോട്ട് പറ്റില്ല. കാരണം ആ ഉമ്മ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞു ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളത്. എന്നാലും അതിലുള്ള ഒരു എനിക്ക് തോന്നിയ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അതായത് ആ ഒരു ഉമ്മ ബന്ധുക്കളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നുള്ളത്. എന്നാലും ഒരു ഉമ്മ അവർക്ക് സ്വന്തം ശരീരത്തെ ഇത്രയും വേദനിപ്പിച്ചുകൊണ്ട് കഴുത്തറത്ത് ആ ഉമ്മ മരിക്കുമോ? ആ ഒരു മകൻ തൂങ്ങി നിൽക്കുന്നത് പോലീസുകാർ കണ്ടതാണ്. ഈ ഉമ്മയും കൂടിപ്പോയാൽ അവരുടെ ജീവൻ എടുക്കാൻ ആ ഒരു വഴിയല്ലേ ചൂസ് ചെയ്യുള്ളൂ, അല്ലാതെ കഴുത്തറത്ത് മരിക്കുമോ? എൻ്റെ ഒരു സംശയമാണ്. ചിലപ്പോൾ അങ്ങനെ ചെയ്തിരിക്കാം. അത് പോലീസുകാരുടെ മുന്നോട്ടുള്ള അന്വേഷണത്തിൽ മാത്രമേ തെളിയുകയുള്ളൂ. എന്നാലും ഒരു സംശയം, ഈ ഒരു സംശയം കുറെ പേർക്ക് വന്നതുകൊണ്ടാണ് ആ ഒരു മകൻ തന്നെയാണ് ഈ ഒരു ഉമ്മയെ ഇങ്ങനെ കഴുത്തറത്ത് കൊന്ന് അതിനുശേഷം അവൻ തൂങ്ങിയത് എന്നെല്ലാവരും ചിന്തിക്കാനുള്ളൊരു കാരണം അതായിരിക്കാം. പക്ഷേ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബന്ധുക്കളുടെ മൊഴി അവരെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഉമ്മ സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ തീരുമെന്നുള്ളത്. അതിൽ എന്തോരം വാസ്തവമുണ്ട്. ഇല്ലെങ്കിൽ അവരാ പറഞ്ഞതുപോലെ അവർ തന്നെയാണോ ഇത് ചെയ്തത്? ചിലപ്പോൾ അവർ തന്നെ ആയിരിക്കാം ഇത് ചെയ്തത്. അത് കണ്ട ഈ ഒരു മകന് സഹിക്കാൻ പറ്റാതെ ചിലപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വിഷയത്തിലെ ഏറ്റവും വലിയ വില്ലൻ ഷാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മാത്രമല്ല, അവനെ ഇല്ലാതെയാക്കിക്കൊണ്ടിരുന്ന, അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ച, സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കാൻ പ്രേരിപ്പിച്ച ആ ഒരു ലഹരി, അതിനെയാണ് ആദ്യമേ നമ്മൾ തുടച്ച് മാറ്റേണ്ടിയിരുന്നത്. പക്ഷേ അത് ഒരിക്കലും നമ്മുടെ നാട്ടിൽ നിന്ന് മൊത്തത്തിൽ തുടച്ചു മാറ്റപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വേറൊന്നുമല്ല, നമ്മൾ എല്ലാ ദിവസവും വാർത്താ ചാനൽ വഴി അറിയുന്നുണ്ട് ഇതുപോലുള്ള ഓരോ മക്കളുടെ വാർത്തകൾ. സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം അനിയനെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇല്ലാതെയാക്കുന്ന ലഹരിയുടെ അടിമകളായിട്ടുള്ള ഒരുപാട് ആളുകളുടെ വാർത്തകൾ നമ്മൾ ഈ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വാർത്ത നമ്മൾ കാണുന്നുണ്ട്.
ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ മിക്ക ദിവസവും നമ്മൾ കാണുന്നൊരു വാർത്തയാണ്, അവിടെ ഇത് പിടിച്ചു, അവിടെ ഈ ലഹരി വസ്തു പിടിച്ചു, മറ്റോടത്ത് ഈ ലഹരി വസ്തു പിടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ. പക്ഷെ ഇതൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ ദാ കണ്ടല്ലോ, ഷാനിനെ പോലുള്ള ആളുകൾ വീണ്ടും വീണ്ടും ഈ സാധനങ്ങൾ അവർക്ക് എങ്ങനെ കിട്ടുന്നു, എവിടുന്ന് കിട്ടുന്നു? ഇത് ഒരിക്കലും ഇതിന്റെ സോഴ്സ്, ഇത് വരുന്ന സ്ഥലം കണ്ടുപിടിച്ച് ഇല്ലാതെ ആക്കിയിട്ടും ഇല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന 1-2 പേരെ പിടിച്ച് അകത്തിട്ടുകൊണ്ടോ ഇത് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നിർത്തണമെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും ഇവിടെ മേളാടന്മാർ ചില ചേട്ടന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ ഇറക്കിക്കൊണ്ടുവരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, സുഖമായിട്ട് അവർ ഇറങ്ങി പോകുന്നുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിർത്താൻ എന്നിവിടെ പറ്റുന്നോ, നമ്മുടെ നിയമത്തിന് അതിനൊക്കെ എങ്ങനെ തടയാൻ പറ്റുന്നോ, അന്ന് മാത്രമേ ഇങ്ങനെയുള്ള ഷാന്മാർ ഇവിടെ ഇല്ലാതെയാവുള്ളൂ. ഈ ഒരു കേസിൽ എനിക്ക് ആദ്യം തന്നെ തോന്നിയ ഒരു ഡൗട്ട് ഇതാണ്, അതും കൂടെ പറഞ്ഞു പോവുകയാണ്. ആ ഒരു ഉമ്മയുടെ കാര്യത്തിൽ അത് പ്രോപ്പറായിട്ട് അന്വേഷിച്ചെങ്കിൽ മാത്രമേ അവർ സ്വന്തമായി ചെയ്തതാണോ അല്ലെങ്കിൽ ആ ഒരു മകൻ തീർത്തതാണോ എന്നുള്ള കാര്യം പോലീസിന്റെ അന്വേഷണത്തിൽ മാത്രമേ തെളിയുകയുള്ളൂ. ബാക്കിയും കൂടെ കുറച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. തുടർന്ന് ഫോൺ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്നാണ്, ഇവർ എടുക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാർ വീട്ടിൽ വരികയും നോക്കുകയും ചെയ്ത് അങ്ങനെയാണ് ഇരുവരുടെയും മരണം അറിയുന്നത്. തൂങ്ങി മരിച്ച നിലയിൽ മകനെ കാണുകയും മാതാവ് കഴുത്തറുത്ത നിലയിൽ നിലത്ത് കിടക്കുകയും ചെയ്തു. അങ്ങനെയാണ് പോലീസ് വിവരം അറിയുകയും പോലീസ് ചെയ്തത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതശരീരം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കാണ് ആര്യ കൊണ്ടുപോയിരിക്കുന്നത്. പോലീസ് ഇതിന്റെ കാര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. കാരണം ഇത് കൊലപാതകമാണോ ഇതിന്റെ പിന്നിൽ എന്നതിനെ കുറിച്ച് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് കഴുത്തറുത്ത് കൊലപ്പെടുത്തി അത്തരത്തിലുള്ള നിഗമനത്തിലേക്കൊക്കെ പോലീസിന് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിനീഷ്, അമ്മയും മകനും മാത്രമായിരുന്നോ ഈ വീട്ടിൽ താമസിച്ചിരുന്നത്? ആര്യ ഇയാൾ വിവാഹിതനായിരുന്നു. ഇയാളുടെ ഭാര്യയുമായിട്ട് വഴക്കിട്ടതിനെ തുടർന്ന് ഭാര്യ പിണങ്ങിപ്പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാളും മാതാവും മാത്രമായിരുന്നു വീട്ടിൽ താമസിച്ചു വന്നിരുന്നത്. ലഹരിക്ക് അടിമപ്പെട്ട ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്. പോലീസ് ഇവരുടെ വീട്ടിൽ നിന്നും ഇയാൾ ഉപയോഗിച്ചതായിട്ട് സംശയിക്കുന്ന ചില ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം കുട്ടിയും പോലീസ് നടത്തുന്നുണ്ട് എന്നാണ് നമുക്കറിയുന്നത്. കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസുകാർ നടത്തിയാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കേസ് തെളിയിക്കാൻ സാധിക്കും. ലഹരി എന്ന് പറയുന്ന ഒരു സാധനം മാത്രമാണോ ഇതിനകത്തെ വില്ലൻ, അല്ലെങ്കിൽ ഈ ഒരു മകൻ അവൻ ഇത് ചെയ്യാനുള്ള കാരണം, ഇല്ലെങ്കിൽ അവൻ തന്നെയാണ് ആ മാതാവിനെ ഇല്ലാതെ ആക്കിയെങ്കിൽ പോലും അതിനകത്തെ മെയിൻ ഒരു വില്ലൻ, അല്ലെങ്കിൽ ഇവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച ആ ഒരു മെയിൻ ഒരു ഹെഡ് എന്ന് പറയുന്നത് ലഹരി തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകാം. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ആ പെൺകുട്ടിയുടെ, ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയുടെ മുൻജന്മ സുഹൃതം അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകാൻ തോന്നിയത്, ഇല്ലെങ്കിൽ അവൻ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ വീട്ടിലേക്ക് പോയത് എന്താണെങ്കിലും, ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയും ഇപ്പോൾ പോലീസുകാർ കണ്ടെത്തുമ്പോഴത്തേക്ക് അവൻ ഇല്ലാതെ ആക്കിയതാണ് ഈ ഉമ്മയെ എന്ന് തെളിയുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം വീട്ടിലേക്ക് പോകാൻ സാധിച്ചതിന്. ഇല്ലെങ്കിൽ ആ പെൺകുട്ടിയും ചിലപ്പോൾ ഇല്ലാതെ ആയേനെ ഈ ഒരു നിമിഷം. പിന്നെ പോലീസുകാർ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇവിടെ ഈ അവിടെയും ഇവിടെയും മുക്കിലും മൂലയ്ക്കും ഒക്കെ ഇത് ഉപയോഗിക്കുന്നവന്മാരെ മാത്രം പൊക്കിയിട്ട് കാര്യമില്ല. ഈ പൊക്കുന്നവന്മാരെ ശിക്ഷിക്കുന്ന കൂടാതെ അവന്മാരെ നല്ല രീതിയിൽ ഒന്ന് ബോധവൽക്കരണം നടത്തി വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവന്മാർ ചിലപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അവർക്കറിയാവുന്ന അവർ ഇത് ഉപയോഗിക്കുന്ന അവരുടെ സുഹൃത്തുക്കളോട് ചിലപ്പം ഇച്ചിരി മാന്യമായി സംസാരിച്ച്, നോർമലായിട്ടുള്ള നമ്മളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവന്മാർ കേൾക്കണമെന്നില്ല, പക്ഷേ കൂടെ ഉണ്ടായിരുന്നവന്മാർ ഇതൊക്കെ ഉപയോഗിച്ച് ജീവിതം ഇല്ലാതെ ആയവന്മാർ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ 1-2 പേർക്കെങ്കിലും ചിലപ്പോൾ കാര്യം മനസ്സിലാക്കി ഒന്ന് നിർത്തിയേക്കും. അങ്ങനെയൊക്കെ ഈ സാധനത്തിന് ഒരു തടയിടാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അവിടെ എവിടെയൊക്കെ 1-2 എണ്ണത്തിനെയൊക്കെ പിടിച്ചോണ്ടൊന്നും ഇതിവിടെ ഇല്ലാതെയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ഒരു 3-4 അല്ലെങ്കിൽ കൂടിപ്പോയ 6 മാസം കൂടെ ഈ അവിടെ എവിടെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്ന പരിപാടിയൊക്കെ കാണും. അത് കഴിയുമ്പോൾ മെല്ലെ മെല്ലെ ഇതങ്ങോട്ട് ഒതുങ്ങാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് വീണ്ടും ബൾക്കായിട്ട് ഇവിടെ പല സാധനങ്ങൾ ഇറങ്ങും, ഒരുപാട് ആളുകൾ അതിൻ്റെ പുറകെ പോകും, ഒരുപാട് ഷാന്മാരെ നമ്മൾ വാർത്തയിലൂടെ ഇനിയും കാണേണ്ടി വരും. അങ്ങനെയുള്ളൊരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ഞാൻ വേറൊരു പെർസ്പെക്റ്റീവും കൂടെ പറയാം. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയും കൂടി ഒന്ന് ചിന്തിക്കുന്നത്. സംഗതി വേറൊന്നുമല്ല, ഈ ഒരു ഉമ്മ ബന്ധുക്കളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ ഇല്ലാതെയാകാൻ പോവുകയാണ്, ഇവൻ സ്ഥിരം എന്നെ ഉപദ്രവിക്കുകയാണ്, ആ ഒരു രീതിയിലുള്ള മകൻ്റെ ഉപദ്രവങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു, ഞാൻ തീരാൻ പോവാന്നും പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ ഇതിനകത്ത് വേറൊരു ചാൻസ് മനസ്സിലാക്കിയ, വേറൊരു ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഏതെങ്കിലും ഒരു ബന്ധു ഇവരെ 2 പേരെ അങ്ങ് തീർത്തതാണെങ്കിലോ, സ്വത്തിന് വേണ്ടി അല്ല, അങ്ങനെയും കൂടെയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണേ ഇത്. അങ്ങനെയുള്ള പലതും നമ്മളിവിടെ കാണുന്നുണ്ടേ. അതുകൊണ്ട് ആ ഒരു രീതിയിലും കൂടെ ഒന്ന് അന്വേഷിക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും.
ഇത് എൻ്റെ ഒരു അഭിപ്രായം. എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെയും കൂടി ഒരു ഡൗട്ട് തോന്നി. ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ, ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.